വി.ഡി. സതീശന്റെ പുതിയുഗ യാത്ര ഇന്ന് പാലക്കാടേക്ക് എത്തുകയാണ്. പാലക്കാട് നഗരത്തിലെത്തുമ്പോൾ അതിൽ വി.എസ്. അച്യുതാനന്ദന്റെ സഹചാരിയായ എ. സുരേഷ് ആ യാത്രയുടെ ഭാഗമാകും. ആ യാത്രയിൽ പങ്കെടുത്തേക്കും. യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചതായി മുൻ മുഖ്യമന്ത്രി വി.എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. വി.എസ്. ഗോകുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്നലത്തെ എം.വി. ഗോവിന്ദന്റെ പ്രതികരണത്തോടുകൂടി ഇനി ഒരു സംശയവുമില്ല സുരേഷ് വിസ്മയമാകുമെന്ന കാര്യത്തിൽ. തീർച്ചയായും. കാരണം എ. സുരേഷ് എന്തായാലും ഇന്ന് പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ട് വി.ഡി. സതീശൻ്റെ ജാഥ പാലക്കാട് നഗരത്തിലെത്തുമ്പോൾ അവിടേക്ക് എ. സുരേഷ് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം CPM നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണം, വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. സുരേഷിനെ നേരത്തെ പുറത്താക്കിയതാണ്, തിരിച്ചെടുക്കാനുള്ള സാധ്യതയില്ല, ഒരു അപ്പീലല്ല, എത്ര അപ്പീൽ തന്നാലും തിരിച്ചെടുക്കില്ല എന്നുള്ളൊരു പ്രതികരണമാണ് എം.വി. ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ നിലവിലെ മലമ്പുഴ MLA ഭാഗത്തുനിന്നും വളരെ രൂക്ഷമായ പ്രതികരണം കൂടി ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നത് എന്നെയും സുരേഷിനെയും ഒരേ നുഖത്തിൽ കെട്ടേണ്ട, ഞങ്ങൾ ഒരുപോലെയല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കടന്നുള്ള പ്രതികരണങ്ങൾ സുരേഷിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുരേഷ് ഇന്ന് വൈകിട്ട് വി.ഡി. സതീശൻ നയിക്കുന്ന ജാഥയിലേക്ക് എത്തും എന്നുള്ളതും ഏകദേശം ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട്. മലമ്പുഴയിൽ സുരേഷ് തന്നെയായിരിക്കും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. സുരേഷ് ഇപ്പോൾ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. മലമ്പുഴയിൽ നിന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ സുരേഷ് വി.എസിന്റെ കുടുംബാംഗം എന്ന നിലയിൽ തന്നെയാണ് മലയാളികൾക്ക് പരിചിതം. ഇപ്പോൾ പാർട്ടി പറഞ്ഞിട്ടുണ്ട് വി.എസിന്റെ മകനെ മത്സരിപ്പിക്കുമെന്ന്. വി. അരുൺകുമാർ മത്സരിക്കുകയാണെങ്കിൽ മലമ്പുഴയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ഒരിടത്ത് മകൻ, ഒരിടത്ത് സന്തത സഹചാരി, അങ്ങനെ ഒരു പോരാട്ടത്തിന് മലമ്പുഴ വേദിയാകാൻ പോവുകയാണോ? തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. വി.എസിൻ്റെ മകൻ ഒരുപക്ഷെ മലമ്പുഴയാണ്, പിന്നീട് സാധ്യതയുള്ളത് കായംകുളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ മലമ്പുഴയിലേക്ക് അരുൺകുമാർ വരികയാണെങ്കിൽ, അവിടെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുരേഷും വരികയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു പോരാട്ടം തന്നെയാണ് ഉണ്ടാവുക. എല്ലാ സമയത്തും വി.എസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് സുരേഷ്. സുരേഷ് മലമ്പുഴ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ്. മലമ്പുഴ ഒരു ഇടത് കോട്ടയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേരുറച്ച ഒരു മണ്ഡലമാണത്. അതിൽ തർക്കമൊന്നുമില്ല. അവിടെ UDFന് എന്തെങ്കിലും തരത്തിലുള്ളൊരു അട്ടിമറി സാധ്യതകളോ നമ്മൾ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ സുരേഷ് വരികയാണെങ്കിൽ അത് സംസ്ഥാന വ്യാപകമായി ആ മണ്ഡലം ചർച്ച ചെയ്യപ്പെടും. അതാണ് UDFനുള്ള ഏക നേട്ടം. സ്വാഭാവികമായി അവിടെ അല്പം വോട്ട് കൂടുതൽ നേടാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ അവിടെ രണ്ടാം സ്ഥാനത്ത് നിലവിൽ BJP ആണ്. BJPയെ മറികടക്കാൻ സാധാരണ നിലയിൽ ഇന്നലെ വരെയുള്ള രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ അരുൺകുമാറിന്റെ പ്രചാരണത്തിന് മുന്നിൽ ഉണ്ടാകേണ്ട ആളാണ് സുരേഷ്. അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ സുരേഷിനുണ്ടായിരുന്ന ഒരു ആശങ്കയും ഇത് തന്നെയായിരുന്നു. അരുൺകുമാർ ഈ രീതിയിൽ അരുൺ മത്സരിക്കാൻ വരികയാണെങ്കിൽ താൻ എങ്ങനെ എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്നുള്ളൊരു ആശങ്ക വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇനി അതിന് കാര്യമായ പ്രസക്തി ഉണ്ടാകില്ല. കാരണം സുരേഷ് UDFന്റെ ഭാഗമാകും, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ UDFന്റെ ഭാഗമാകാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ പിന്നെ എതിരാളി ആര് എന്നുള്ളൊരു കാര്യത്തിലൊക്കെ തന്നെ പിന്നീട് സുരേഷിന് അത് നോക്കേണ്ട ഒരു സാഹചര്യമില്ല, അത് നോക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ എതിർ സ്ഥാനാർത്ഥി ആരാണെങ്കിലും സുരേഷ് മത്സരിക്കാൻ നിർബന്ധിതനാവും, അല്ലെങ്കിൽ മത്സരിക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്താനാണ് സാധ്യത. ഈ പറയുന്ന ആശങ്കകളൊക്കെ തന്നെ സുരേഷിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ UDF പ്രവേശനം സംബന്ധിച്ച ആലോചനകളൊക്കെ തന്നെ നീളാനുള്ളൊരു കാരണമുണ്ടായതും ഈ തരത്തിലൊരു സംശയം അവിടെ നിലനിന്നതുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.